വെറുത്ത് അവസാനം ഇഷ്ടം തോന്നിയതാണ് ഈ കാണുന്ന ആൾ. പെറ്റ്സിനോടൊന്നും എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 2 വർഷമായിട്ട് കിച്ചു ഞങ്ങളോട് പറയുന്ന കേട്ടോ ഒരു പപ്പീനെ വേണമെന്നുള്ളത്. എനിക്കിതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അവൻ പറയുന്നൊന്നും ഞാൻ മാത്രമല്ല ഞാനും ഏട്ടനും അത് മൈൻഡ് ആക്കിയില്ല. അങ്ങനെ അവസാനം ആ ഒരു പപ്പീനെ വാങ്ങിച്ചു കൊടുക്കാന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു. കിച്ചു അനിയത്തിയുടെ വീട്ടിൽ വന്നതാട്ടോ. അപ്പൊ അവനെ കൂട്ടാനായിട്ട് വന്നതാണ് ഞങ്ങള്. അപ്പൊ കിച്ചു പോണോണ്ട് തന്നെ അനിയത്തിയുടെ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു, കിച്ചോട്ടെ പോവല്ലേന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ടൈമിൽ കിച്ചുവിന് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പപ്പീനെ കൊടുക്കാനായിട്ട് പോകുന്നത്. 1-2 ആഴ്ചയായിട്ട് നമ്മൾ ഈ ഒരു പപ്പീനെ അന്വേഷിക്കുന്നതാട്ടോ. അപ്പൊ ഞാൻ കിച്ചുവിനോട് പറഞ്ഞോട്ടോ ഒന്ന് റെഡി ആയില്ലേ, പിന്നെ ഭയങ്കര വിലയൊക്കെയാണ്, നമുക്ക് പിന്നെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഒന്ന് ആശ്വസിപ്പിച്ചു. അപ്പൊ അവൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പൈസ ഇല്ലാത്തോണ്ടാണോ, ശരി കുഴപ്പമില്ലമ്മ പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് വാങ്ങിത്തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ദേ നമ്മൾ അവൻ അറിയാതെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോവാട്ടോ. അവൻ ഫുഡ് കഴിക്കുക. ശരിക്കും ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും വാങ്ങിക്കൊടുക്കുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. അവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ടോൺ ഒന്ന് കേട്ടു നോക്കൂ. ആളെന്തായാലും ഭയങ്കര ഹാപ്പി ആയി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വക പെറ്റ്സിനെ ഒന്നും ഇഷ്ടമല്ല, പക്ഷെ നമ്മുടെ കൂടെയുള്ളവരുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇനി ഇവൾക്കൊരു പേരിടണ്ടേ? അപ്പൊ നമ്മുടെ ഒരു ഫീമെയിൽ പപ്പിക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പേര് നിങ്ങൾ പറഞ്ഞായോട്ടോ. അതിൽ നിന്ന് നല്ലൊരു പേര് നമുക്ക് എടുത്ത് ഇവൾക്ക് ഇടാം അല്ലേ?